എനിക്ക് വേണ്ടത് 4 ബെഡ്റൂം വീടാണ്. എന്നാൽ കോടികളൊന്നും മുടക്കാൻ എൻ്റെ കയ്യിലില്ല. എനിക്കൊരു 65-70 ആ രീതിയിലുള്ള വീട് വേണം എന്നൊക്കെ ചോദിച്ച് ഏതാനും ദിവസങ്ങളല്ല, ഏതാനും ആഴ്ചകൾക്ക് മുന്നേക്ക് ആൾക്കാർ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മേനേജൽ ഹോംസ് ഇന്ന് സമർപ്പിക്കുന്ന വീഡിയോ ആണ് 4 BHK, അതും പാലാ മുനിസിപ്പാലിറ്റിയിൽ വെറും 70 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീട്. 1850 സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞത്. 1850 സ്ക്വയർ ഫീറ്റ് വീട്, 11 സെന്റ് മിച്ച സ്ഥലമുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഡെവലപ്പ് ആയ വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. പാലാ മുനിസിപ്പാലിറ്റി തന്നെയാണ്. ടൗണുമായിട്ട്, അതായത് പാലാ ടൗണുമായിട്ട് ഏകദേശം 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എന്നാൽ ശാന്തസുന്ദരമായിട്ടൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു മേഖല കൂടിയാണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. 11 സെന്റ് സ്ഥലത്തിലേക്കാണ് നമ്മൾ ഈ കയറുക. നല്ല സ്റ്റോണൊക്കെ വിരിച്ചിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ മുറ്റത്തേക്കാണ് നമ്മൾ കാണുക. 70 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 4 ബെഡ്റൂമുള്ള വീടല്ലേ. പക്ഷേ അവർ ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. നല്ല ഗേറ്റ്, നല്ല ഗേറ്റൊക്കെ കണ്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. നല്ല വീടുകളൊക്കെ തന്നെയാണ് ചുറ്റുവട്ടത്തുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഏതാണ് മുറ്റത്തേക്ക് കയറി. നല്ല മുറ്റവും സൗകര്യങ്ങളും നല്ല ഗാർഡനിങ് സൗകര്യങ്ങൾ എല്ലാം 4, 5, 6 വണ്ടി വന്നതിലും കയറ്റിയിടാനായിട്ടുള്ള മുറ്റമൊക്കെ ഉണ്ട്. കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ചാണ്. അതുപോലെ തന്നെ ഇതാണ് ഫ്രണ്ട് മുറ്റമൊക്കെ നമ്മൾ കാണുന്നത്. ഇതാണ് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ. ഇതെല്ലാം 3 ബെഡ്റൂം വീടുകളായിരുന്നു. ഇതിൽ 4 ബെഡ്റൂം ആയിട്ടുള്ള വീട്, ആദ്യത്തെ വീട് ഇത് തന്നെയാണ്. ഇതാണ് ഈ സൈഡിലെ മുറ്റം എന്ന് കാണിക്കുവാനായിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സൈഡിലേക്ക് ഇതാണ് നമ്മുടെ കാർ പോർച്ച്, ഫ്രണ്ട് വ്യൂ ഒക്കെ നമ്മൾ ഏകദേശം കണ്ടു. ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. സിറ്റ് ഔട്ട് നല്ല വലിപ്പമുള്ളതാണ്. കാർ പോർച്ച് വലിപ്പമുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സിറ്റ് ഔട്ട് നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിന് കൊടുത്തിരിക്കുക. തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ജനൽപ്പാളികൾ, ഡോറുകളെല്ലാം തേക്കാണ്. നമ്മൾ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി. നല്ലൊരു സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുക. സ്വീകരണ മുറിയും ഡൈനിങ് ഹോളും തമ്മിലൊരു പാർട്ടീഷൻ വർക്കാണ് നമ്മളിവിടെ കാണുന്നത്. നല്ലൊരു പാർട്ടീഷൻ വർക്ക് തന്നെയാണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഒരു ബെഡ്റൂമിൻ്റെ ഡോറ്. 2 ബെഡ്റൂം ഈ സൈഡിലും 2 ബെഡ്റൂമും കിച്ചണും അപ്പുറത്തെ സൈഡിലും എന്നുള്ള രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുക. ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് കയറുന്ന ഡോറുകളും തേക്കിൻ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക. നല്ല ടൈലുകൾ, നല്ല വെർട്ടിഫൈഡ് ആയിട്ടുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫൈബറിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ ബാത്റൂമിലെല്ലാം സെറായുടെ ക്ലോസറ്റ്, സെറായുടെ വാഷ് ബേസിന് അങ്ങനെയുള്ള കമ്പനി സാധനങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുക. ഗ്രിപ്പുള്ള ടൈലാണ് ടോയ്ലറ്റിൽ കൊടുത്തിരിക്കുന്നത്. തെന്നി വീഴാതിരിക്കാൻ. എപ്പോഴും വെള്ളം വീഴുന്ന ഭാഗങ്ങൾ, കിച്ചണിലും ടോയ്ലറ്റൊക്കെ എപ്പോഴും വെള്ളം വീഴുന്ന ഭാഗങ്ങളാണ്. അവിടെയൊക്കെ നമ്മൾ ഗ്രിപ്പുള്ള ടൈലുകൾ തന്നെ കൊടുക്കണം. കാരണം എന്നാലേ തെന്നി വീഴാതിരിക്കുകയുള്ളൂ.
വീട് തെന്നി വീണ് അപകടങ്ങൾ പറ്റുന്ന ഒട്ടനവധി കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. ഇത് നല്ല ജനൽപ്പാളികൾ സൗകര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുക്കുന്നത് നല്ല ജനൽപ്പാളികളും സൗകര്യങ്ങളൊക്കെയാണ്. AC-യുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. 2 ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി 2 ബെഡ്റൂം ഡൈനിങ് ഹോളും 2 ബെഡ്റൂമും കിച്ചണും കൂടിയാണ് നമുക്ക് കാണുവാനായിട്ടുള്ളത്. നല്ല വലിപ്പം കൊണ്ട് നല്ല ബെഡ്റൂം ഡൈനിങ് ഹോളാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ നിന്ന് പാസേജ് ഒന്നുമില്ല, ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് പാസേജൊക്കെ വരുന്നത്. അപ്പോൾ ഡൈനിങ് ഹോളുമായിട്ടൊരു ശല്യം വരാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ പാസേജുകളൊക്കെ വരുന്നത്. ഇതാണ് വാഷ് ഏരിയ വന്നിരിക്കുന്നത്. വാഷ് ഏരിയയുടെ ഭാഗത്തും ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇത് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ ഇതാണ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഫുൾ ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സിവിൽ സ്കോറിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉള്ളവർക്ക് അതും ചിലപ്പോൾ മാനേജ് ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിൽ ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് മീനച്ചിൽ ഹോംസിന് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള അത് ഇങ്ങനെ ചില കാരണങ്ങളുണ്ട് സിവിൽ സ്കോർ നഷ്ടപ്പെടുവാനായിട്ട്. നമ്മൾ നേരത്തെ എന്തെങ്കിലും വലിയ ലോണൊക്കെ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെയൊക്കെ കിടക്കുന്നതാണെങ്കിൽ പറ്റില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ കൊണ്ടാണ് നിങ്ങളുടെ സിവിൽ സ്കോർ ഡൗൺ ആയതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തെടുത്തു, പക്ഷേ പിന്നീട് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ സിവിൽ സ്കോർ നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീട് ഇഷ്ടമായെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. നിങ്ങൾക്ക് ലോണാണ് വേണ്ടതെങ്കിൽ ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഫുൾ ലോൺ വേണ്ടവർക്ക് അതും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പലതവണ പറയുമ്പോൾ ബോറടിക്കാറുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും പറയുമ്പോൾ വീഡിയോയുടെ കമൻറ്റിലൊക്കെ വരുന്നത് എന്താ പറയുന്നത്, പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അത് നമ്മൾ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ കറക്റ്റായിട്ടുള്ള എല്ലാ വേഡ്സുകളും നമ്മൾ ഗ്രാമീണ ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ഒരു കിച്ചൻ്റെ ദൃശ്യങ്ങൾ. കിച്ചന് തേക്കൻ തടി കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചനാണ് ഇവിടെ. ഇവിടെ കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ്, അതുപോലെ തന്നെ കിച്ചണിൽ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള സ്പേസ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല കബോർഡ് വർക്കുകൾ, നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വീട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒന്ന് പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ്, 2 പാലാ 4 ബെഡ്റൂം വീടാണ്. 4 ബെഡ്റൂം വീടൊക്കെ ഈ വിലയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. കാരണം എല്ലായിടത്തും 4 ബെഡ്റൂം വീടുകളൊക്കെ 4 ബെഡ്റൂം ആകുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര സെൻബമായിട്ട് പണിയും. അപ്പോൾ 1 കോടി 1.5 കോടി 1.5 കോടി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അങ്ങനെയൊക്കെയാണ്. 4 ബെഡ്റൂം ആവശ്യമുള്ളവർക്ക് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വീട് എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്നാൽ ഗ്രാമീണത ഒട്ടും ചോർന്നു പോകാത്തൊരു സ്പേസ് കൂടിയാണ്. നമുക്ക് ടൗണിലൊക്കെ പോയി അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഒരു പച്ചപ്പിനകത്ത് ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വീട് എന്നാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയത്. ബസ് റോഡുമായിട്ടുള്ള ദൂരം എനിക്ക് തോന്നുന്നത് ഒരു 600-700 മീറ്റർ ദൂരമേ കാണുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമേ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.